വീഡിയോസ് എന്തൊന്നും ഇല്ലാത്തതിൻ്റെ എന്നെ പോലെ ആയോ നീ? ആൻറ്റി വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ ഇപ്പോൾ, എന്ത് പറ്റി? ഇതേ എന്തുണ്ട് വിശേഷം? കുറെ നാളായില്ല നിന്റെ വീഡിയോസ് ഒക്കെ വന്നിട്ട്, എന്തു പറ്റി? ഓക്കെ ശരി. ഹായ് ഹലോ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടാ, എവിടെയും പോയിട്ടില്ല. കുറച്ച് തിരക്കായി പോയി, പിന്നെ കുറച്ച് ദിവസം അസുഖങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഇവിടെ വെതർ നല്ല അടിപൊളി സൂപ്പർ വെതറാ, മഴ തണുപ്പ് ഇരുട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വെതറിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, അപ്പൊ ഇനി ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിനമൺ റോൾ കേക്ക് റെസിപ്പിയാണ് കേട്ടോ. സിനമൺ റോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് സംഭവമാണ്. അപ്പൊ ഇതിപ്പോ സൺഡേ ആണ്, അപ്പൊ നമുക്ക് ബ്രഞ്ചിന് ഒരു സിനമൺ റോൾ കേക്ക് റെസിപ്പി കൊടുക്കാം. പിള്ളേരൊക്കെ ഹാപ്പി ആവും അല്ലേ? അപ്പൊ നമുക്ക് റെസിപ്പി നോക്കിയിട്ട് വരാം. ഫസ്റ്റ് മിനിറ്റുള്ള നമ്മുടെ ഡിസിഷൻ ആയിരുന്നു ഒരു റെസിപ്പി എടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് മുട്ടയൊക്കെ ഫ്രിഡ്ജിലായിരുന്നായിരുന്നു. അപ്പൊ ഞാൻ തൽക്കാലം ഇത് റേഡിയേറ്ററിന്റെ മുകളിൽ വെച്ചേക്കട്ടെ ചൂടാവാനായിട്ട്, റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പൊ സിനമൺ റോൾ കേക്കിന് നമുക്ക് ആ സിനമന്റെ ഒരു ലെയർ ഉണ്ടാവില്ലേ ആ റോളിന്റെ കൂടെ. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 4 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. കുറച്ച് ബട്ടർ, കുറച്ച് ബ്രൗൺ ഷുഗർ, പിന്നെ ഞാൻ കുറച്ച് മൈദ, 1 ടേബിൾ സ്പൂൺ മൈദ. ഞാൻ മെഷർമെന്റ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് ആയിട്ട് ഇടാം കേട്ടോ, ഓരോ ഇൻഗ്രീഡിയൻസും എത്ര വേണം എന്നുള്ളത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോ ഫുൾ കാണുന്നേക്കാളും മെഷർമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇതേ കുറച്ച് നമ്മുടെ സിനമൺ പൗഡർ, ഗ്രൗണ്ട് സിനമൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കില്ലേ, അത്. ഈ 4 സാധനങ്ങളും കൂടെ നമുക്ക് ഒരു ബൗളിൽ ഇട്ടിട്ട് ഇങ്ങനെ പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം, ഒരു ക്രീം ആക്കി എടുക്കണം. അപ്പോൾ എഗെയിൻ ഞാൻ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നില്ല ഇതിങ്ങനെ ഉണ്ടാക്കാനായിട്ട്, വീഡിയോ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ബട്ടർ ഫ്രിഡ്ജിലിരുന്നായിരുന്നു, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് മൈക്രോവേവിൽ കുറച്ച് സെക്കൻഡ്സ്, ഒരു 10 സെക്കൻഡ്സ് വീതം വെച്ചിട്ട് അതിനെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാണ്. ഇത് നോക്കിയേ, ബട്ടർ നല്ല കട്ടിക്കാണ് എടുക്കുന്നത്, അനങ്ങണില്ല ഞാൻ ഞെക്കിയിട്ട്. അപ്പോൾ ഞാൻ ബട്ടറിനെ ആദ്യം സോഫ്റ്റ് ആക്കി എടുത്തിട്ട് വരട്ടെ. എൻ്റെ ഒരു 800 വാട്ട്സിൻ്റെ മൈക്രോവേവ് ആണ് കേട്ടോ. അതിൽ ഒരു 20 സെക്കൻഡ്സ് ആണ് എനിക്ക് വേണ്ടി വന്നത്. ഞാൻ ആദ്യം ഒരു 10 സെക്കൻഡ്സ് വെച്ചു, അത് കഴിഞ്ഞ് ഞാനൊന്ന് മറിച്ച് വെച്ചു ഈ പീസസ്, എന്നിട്ട് ഒരു 10 സെക്കൻഡ്സും കൂടെ വെച്ചു. അപ്പോൾ അത്രയും നേരം കൊണ്ട് ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് മതി നമുക്ക്. ഇങ്ങനെ ചൂടായി മെൽറ്റ് ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ബട്ടർ. പിന്നെ നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറും ഷുഗറും, ബ്രൗൺ ഷുഗറും കൂടി നമ്മൾ ബീറ്റ് ചെയ്തു. ഇനി ഇത് സിനമന്റെ പൊടിയും അതുപോലെ മൈദയും, അത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ഒക്കെ ചെയ്യുന്ന പോലെ ഈ ബൗളിന്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇറക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത്രയ്ക്കും മതി. കുറച്ചൊന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ക്രീമാക്കി കിട്ടുന്ന പോലെ നോക്കിയേ. കണ്ട, കുറച്ചൊന്ന് ഫ്ലഫി ആയി, ബട്ടറൊക്കെ ഒന്ന് ഷുഗറിന്റെ കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം. അപ്പൊ ഞാൻ പൈപ്പിംഗ് ബാഗിന് ഒരു ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഇങ്ങനെ മൊനയുള്ള ഒരു ടിപ്പാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതല്ല ശരിക്കും വേണ്ടത്, നമ്മുടെ വെറുതെ സാധാരണ സിമ്പിൾ ഒരു റൗണ്ട് ടിപ്പില്ലേ, അതാണ് വെക്കേണ്ടത്. എൻ്റെ അത് കാണാനില്ല, എവിടെ പോയി. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ കുറച്ച് കൂടുതൽ കേക്ക് പണി ഉണ്ടായിരുന്നു, അപ്പൊ അതിൻ്റെ എവിടെയോ മിസ്സിങ് ആയിപ്പോയി. ഇതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരു റൗണ്ട് ടിപ്പിന്റെ ആവശ്യമുള്ളൂ, ഇതിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ക്രീം ചെയ്ത് വെച്ച ബട്ടറും ഷുഗറും സിനമനും എല്ലാം ഞാൻ ഈ പൈപ്പിംഗ് ബാഗിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇവിടെ വെക്കാൻ പോവാണ് കേട്ടോ. ഇത് ലാസ്റ്റ് ചെയ്യാവുന്ന സ്റ്റെപ്പാന്ന് ആരും വിചാരിക്കരുത്. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇതും കൂടെ ആ കേക്ക് ബാറ്ററിന്റെ മുകളിൽ ഇട്ടിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പോണത്. അപ്പൊ കേക്ക് ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇത് ചെയ്യാൻ പോകരുത്. നമ്മൾ ബേക്കിംഗ് പൗഡറും ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇത് ചെയ്യാൻ പോയാൽ നമ്മളുടെ കേക്ക് ബാറ്റർ ചിലപ്പോൾ ഫ്ലാറ്റ് ആയി കിട്ടും. അതിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത ഇതൊക്കെ പോകും, എയറൊക്കെ പോകും. അപ്പൊ ഈ സ്റ്റെപ്പ് ആദ്യം ചെയ്യാം.
പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പൈപ്പിംഗ് ബാഗ് ഇവിടെ പുറത്ത് എടുത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട. ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ, നല്ല കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വെക്കണം. അപ്പൊ അത് അവിടെ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാക്കാം. അപ്പൊ ബേക്കിംഗ് വീഡിയോ ആണല്ലോ, നമുക്ക് അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യണത്. ഇനി കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് എപ്പോഴും അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നല്ലത് കേട്ടാ. ഞാനിത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് ചൂടാക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാല് ബാറ്റർ അവിടെ ഒരു പരിവാവും. നമ്മുടെ അവൻ അപ്പൊ തന്നെ നമ്മൾ എടുത്ത് വെക്കാനും പറ്റില്ല. നല്ല ചൂടായി കറക്റ്റ് ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം മാത്രം നമ്മൾ ബാറ്റർ അതിലേക്ക് എടുത്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇനി കേക്ക് ബാറ്റർ ഉണ്ടാക്കി എടുക്കാം. അതിന് ഞാൻ നേരത്തെ റേഡിയേറ്ററിന്റെ മുകളിൽ വെച്ച് ചൂടാക്കി റൂം ടെമ്പറേച്ചറിലേക്ക് എടുത്ത 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ആദ്യം തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ആണ്. അടുത്തത് ഞാൻ ഇടാൻ പോണത് കാസ്റ്റർ ഷുഗർ ആണ്. എന്റെ കാസ്റ്റർ ഷുഗറിൽ കുറച്ച് കട്ട കാണാനുണ്ട്. അപ്പൊ ഇതൊന്ന് അരിച്ചിട്ട് ഇടാം നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഷുഗർ ഒന്ന് അരിച്ചിട്ട് ഇടാം. ഇനിയിപ്പോ ഈ കാസ്റ്റർ ഷുഗർ ഇല്ല, നിങ്ങൾ സാധാരണ പഞ്ചസാരയാണ്, വലിയ തരിയുള്ള പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിൽ വെച്ചിട്ട് അടിച്ചിട്ട് പൊടിയാക്കിയതിന് ശേഷം ഇടാം. അപ്പൊ മുട്ടയും നമ്മുടെ ഷുഗറും അതുപോലെ പിന്നെ നമ്മൾ എന്തിട്ടത് ഓയിലും അതൊക്കെ ഇട്ട് ബീറ്റ് ചെയ്തതിന്റെ കൂടെ ഞാൻ കുറച്ച് ഫ്ലേവറിങ്ങിന് ഒരു 2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് ഒഴിക്കുന്നുണ്ട്. അപ്പൊ അടുത്തത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോണത് കുറച്ച് പാലാണ്. അഗെയിൻ പാലും ഫ്രിഡ്ജിലിരുന്നായിരുന്നേ. അപ്പൊ അതിനെയും ഒന്ന് മൈക്രോവേവ് ചെറുതായിട്ടൊന്ന് മൈക്രോവേവ് ചെയ്ത് ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഒക്കെ ചൂടാക്കി നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ചെറിയൊരു ചൂടുണ്ട്. പക്ഷെ എന്നാല് തിളച്ചിട്ടൊന്നുമില്ല, അത്രയ്ക്ക് ചൂടൊന്നുമില്ല, തണുപ്പ് വിട്ടിട്ടുണ്ട്. ആ ഒരു ഇതിലുള്ള കുറച്ച് പാലും കൂടെ ഇതിന്റെ കൂടെ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആക്കാം. നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് ഞാൻ ഇവിടെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി വലിയ കേക്കാണ് കേട്ടോ. ഞാൻ 9 ഇഞ്ചിന്റെ കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു 450 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാണ്. അതിന്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇടണം. എന്നിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണു. എന്നിട്ട് നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് കുറേശ്ശെ ആയിട്ട് അരിച്ചിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക രണ്ടും കൂടെ. കുറച്ച് പൊടി ഇട്ടതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാ പൊടിയും കൂടെ ഒരുമിച്ചിടുന്നേക്കാളും നല്ലത് എപ്പോഴും ഇങ്ങനെ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ എല്ലാ പൊടി ഇട്ടിട്ട് ഈ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം വരാം. അപ്പൊ സ്പാച്ചില് വെച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 സെക്കൻഡ് ആ ബീറ്റർ വെച്ചിട്ടും കൂടി ഒന്ന് അടിക്കാട്ടോ. ഇനി എങ്ങാനും വല്ല കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ മിക്സായി നല്ലോണം കിട്ടിക്കോളും. അപ്പൊ ഞാൻ എന്റെ കേക്ക് ടീൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബാറ്റർ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ നമ്മുടെ ബട്ടറും മുട്ടയൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ആദ്യം ഞാൻ പോയി ചെയ്തത് കേക്ക് ടീൻ പ്രിപ്പറേഷൻ ആണ്. കുറച്ച് ബട്ടറൊക്കെ വെച്ചിട്ട് ശേഷം ഒരു പാർച്ച്മെന്റ് പേപ്പർ, ബേക്കിംഗ് പേപ്പർ താഴെ ലൈൻ ചെയ്തിട്ടുണ്ട്. 9 ഇഞ്ചിന്റെ കേക്ക് ടീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറെ ബാറ്റർ ഉണ്ടല്ലോ,
അപ്പൊ നമ്മുടെ ബാറ്റർ നമുക്ക് ഇനി ഈ ടിന്നിലേക്ക് ഒഴിക്കാം. അപ്പൊ ദേ നമ്മുടെ കേക്ക് ബാറ്റർ ഒക്കെ ഞാൻ ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ബബിൾസ് കാണാനുണ്ട്, അപ്പൊ ഒന്ന് തട്ടിട്ടെ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സിനമന്റെ പേസ്റ്റ് ഇല്ലേ, അത് ഇതിന്റെ മുകളില് ഇങ്ങനെ സർക്കിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. 1 hour എടുക്കും കേട്ടോ. അപ്പൊ ഞാൻ 180 degrees കൊണ്ടുവയ്ക്കട്ടെ, പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ. അപ്പൊ നമ്മുടെ സിനമൺ റോൾ അവിടെ ബേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10 minute തന്നെ ആയി കഴിഞ്ഞാൽ ആള് റെഡി ആവട്ടെ, കുക്ക്ഡ് ആയിട്ട് കിട്ടും. അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് അതിന്റെ മുകളിൽ ഒഴിക്കുന്ന ഒരു ക്രീം ചീസ് ഗ്ലേസിംഗ് ഇല്ലേ, അത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കാണ്. അപ്പൊ ഇതിനൊന്ന് മൈക്രോവേവിൽ നമുക്കൊരു 30 seconds വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട്. അപ്പൊ ഇത് നോക്കിയ 30 seconds ഞാൻ മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ട നല്ലോണം ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ക്രീം ചീസ്. തണുപ്പൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസിങ് ഷുഗർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ കൂടെ കുറച്ച് പാലും കൂടെ ഒഴിക്കേണ്ടി വരും കേട്ടോ. അതുപോലെ ഒരു ഇത്തിരി വാനില എക്സ്ട്രാക്റ്റും ഒഴിക്കാം നമുക്ക്. നമ്മുടെ സിനമൺ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി അധികം വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല. നല്ല ഹൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കേക്ക്. ശരിക്കും ഒരു വലിയൊരു സിനമൺ റോൾ ഇരിക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ലുക്ക് ആയാലും അതിൻ്റെ സ്മെല്ലായാലും. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാ. കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. How is it? Haven't tried. You haven't tried yet? Good? Does it taste like cinnamon roll? Yeah? അമ്മ എങ്ങനെയുണ്ട്? Good? Cake for brunch. How about that? Make it more. Every Sunday cake for brunch. അല്ലേ? നല്ല ഐഡിയ അല്ലേ? എല്ലാവരും ഓർക്കത്തുനിന്ന് എഴുന്നേറ്റ് വന്നിരിക്കണുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കാണ്. അതുപോലെ ശരിക്കും നമ്മുടെ ആ സിനമൺ റോൾ കഴിക്കുന്ന ആ ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റ് അതിന്റെ മുകളിൽ ഇട്ടില്ലേ, അതൊന്നാണ് അത് കിട്ടുന്നത്. അപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കും. 2 ആളും നിർത്തുന്നില്ല, ബോളിന്റെ കഴിഞ്ഞു ഓൾമോസ്റ്റ്. അപ്പൊ എനിക്ക് വീഡിയോ അവസാനിപ്പിച്ചിട്ട് വേണം എനിക്കിത് ഫുൾ കഴിച്ചു തീർക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സ്മിത ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ ബൈ.